ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു നല്ല നാടൻ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. മീൻ കറി തയ്യാറാക്കാനായി ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തണുപ്പായ കാരണം വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടിരിക്കുക കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇതുപോലെ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 4 പച്ചമുളക് നടുകെ പിളർന്നത് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ആ ഒരു പച്ചമണം ഒന്ന് പോകുന്നത് വരെ, അല്ലാതെ ഡ്രൈ ആവുമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഉള്ളി നല്ലപോലെ ട്രാൻസ്ലൂസൻ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലപോലെ സോഫ്റ്റായിട്ട് വരണം കേട്ടോ, ഗോൾഡൻ ഒന്നും ആവണ്ട. അതിനുശേഷം ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തീ നല്ലപോലെ കുറച്ച് വെക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിൽ, ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത് കേട്ടോ. ഈ പുളിവെള്ളം ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ ഈ മുളക് പൊടിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ചേർക്കാനുള്ളത് 1 കപ്പ് തേങ്ങ നല്ലപോലെ അരച്ചെടുത്തതാണ്. ഇതിനായി ഞാനിവിടെ 1 കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി ചേർത്തിട്ട് 1 കപ്പ് വെള്ളവും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഒട്ടും തരിയില്ലാതെ തേങ്ങ അരച്ചെടുക്കണം. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. തേങ്ങയും മുളകും നല്ലപോലെ മിക്സ് ആവണം കേട്ടോ. അതിനുശേഷം മിക്സിയുടെ ജാറിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ്. തക്കാളി ലാർജ് തക്കാളിയാണ്. അത് വലിയ ക്യൂബ്സായി കട്ട് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തക്കാളി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ധാരാളമായിട്ട് ആദ്യമേ ചേർക്കേണ്ട, കുറച്ച് ചേർക്കുക. പിന്നീട് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കറി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തക്കാളി അത്യാവശ്യം നല്ല സോഫ്റ്റായി വരുന്നത് വരെ കറി കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന നത്തോലി ചേർത്ത് കൊടുക്കാം. ഒരു 400 ഗ്രാം അല്ലെങ്കിൽ 350 ഗ്രാം നത്തോലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മെത്തല എന്നാണ് പറയുക. അപ്പോൾ ഈ മീൻ ചേർത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഇടത്തരം തീയിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് നത്തോലി കുക്കാകും. പെട്ടെന്ന് കുക്കാകുന്ന മീനാണ് നത്തോലി. അതാണ് നമ്മൾ ആദ്യമേ ചേർക്കാതെ തേങ്ങ നന്നായിട്ട് കുക്കായതിന് ശേഷം ചേർക്കുന്നത്. ഈ നത്തോലിയോടൊപ്പം തന്നെ നമുക്കൊരു പട്ട കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് മീനൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് മീൻ ഉടഞ്ഞു പോകാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻ കറി റെഡിയായി. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് നിങ്ങൾക്ക് ചെറിയുള്ളി താളിച്ച് വേണമെങ്കിൽ ചേർക്കാം. അതല്ല എങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് കറി ഓഫ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണ ചേർത്തിട്ട് കറി ഓഫ് ചെയ്യാണ്, കാരണം ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം കേട്ടോ. ചെറിയുള്ളി താളിക്കുകയാണെങ്കിൽ ഒരു 3-4 ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടെ താളിച്ചിട്ട് ഇതിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.